ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെൽഫീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തലപിടിച്ചുകൊണ്ട് അരോമ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നമ്മൾ അതിൻ്റെ വാമപ്പ് ചെയ്യുന്നിടത്ത് വന്നേക്കുവാണ്. നമ്മളിവിടെ വാമപ്പ് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ അവരെല്ലാം കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുക. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിലാണ് നമ്മൾ എടുത്തിരുന്നത്, ഫുഡൊക്കെ കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ. അപ്പം അവർ പറഞ്ഞു, ചേട്ടാ ബോളൊന്നും എടുത്ത് തരാമെന്ന്. എന്താ അതിനെന്താ, നിങ്ങൾക്ക് ഒരു വാമപ്പ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ബോളൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരും ആക്റ്റീവായിട്ട് ഭയങ്കര കളിയാണ് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ തലപിടിച്ചുകൊണ്ടെങ്കിൽ അരോമ ബോട്ട് ക്ലബ്ബാണ് അടിക്കുന്നത്. തീർത്തടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജയിക്കും എന്നാണ് വിശ്വാസം. നമ്മുടെ ഒരു പൊളിറ്റിക്കാരൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ആഘോഷമാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, ആഘോഷം. അപ്പം ലഡു മേടിച്ച് എല്ലാവരും കൊടുക്കുവാണ്. UKBCയുടെ പ്രസിഡന്റും ഈ ജലോത്സവ സമിതിയുടെ അധ്യക്ഷനുമായിരിക്കുന്ന സുരുള എത്രയും വേഗം വേദിയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാസ്റ്ററിൽ ആരംഭിക്കുകയാണ്. വള്ളങ്ങൾ ഓരോന്ന് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. മേൽഭാഗം ചുണ്ടനും വിയവരം ചുണ്ടനും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റു വള്ളങ്ങൾ എത്രയും വേഗം എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഇതാ മറ്റൊരു വള്ളവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ഒറ്റ സ്വരത്തിൽ തിരിക്കുന്നതാണ് മുന്നിൽ തലവടി രണ്ടിലെ ഒന്നിനെ തലവടി ഒന്നിനെ തലവടി രണ്ടിലെ വിയവരം തലവടി വിയവരം പേരു തലവടി ഇത് ആര് ജയിച്ചു അതുവരെ നിന്നും കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? കഴിഞ്ഞ 2025 അപ്പർ കുട്ടനാട് ജലോത്സവത്തിൽ 2ാം സ്ഥാനം നേടിയ സെന്റ് പയസ് പുണ്യാളൻ നീണ ബോട്ടപ്പാണ് തുഴയുന്നത്. മനോഹരമായ ദൃശ്യമായി ഒരു സായം ജലോത്സവത്തിന്റെ വെപ്പുവള്ളങ്ങളുടെ ഇതാ താളത്തിൽ ഈണത്തിൽ ഒരേ മനസ്സില് ഇതാ വിജയം ഇവിടെ കുതിച്ചുവായിരുന്നു.
മേൽപ്പാടം തലവടി ഭയങ്കര ആവേശമാണ്, ഭയങ്കര ആവേശമാണ്. രണ്ടിലൂടെ മേൽപ്പാടം ക്ലബിന്റെ മേൽപ്പാടം റോഡി ചുണ്ടന്റെ ക്യാപ്റ്റൻ. നമ്മളെ വള്ളം ജയിച്ചിട്ട് ട്രോഫി മേടിച്ചോണ്ട് വരുന്ന വരവാണ്.